വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലന. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ എക്സാമിന് നമുക്ക് ഫുൾ മാർക്ക് കിട്ടാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. ഫസ്റ്റ് വൺ, നമ്മൾ എക്സാമിന് ആവുമ്പോഴേക്കും നമ്മളിങ്ങനെ കുത്തിയിരുന്ന് പഠിക്കാൻ പാടില്ല. നമ്മൾ ഇപ്പോൾ ഒരു ദിവസം നമ്മൾ 4 hour ആണ് നമ്മൾ പഠിക്കേണ്ടത്. 2 hour മോർണിംഗും 2 hour ഈവനിങ്ങും. ഈ 2 hour പഠിക്കുമ്പോൾ 2 hour കണ്ടിന്യൂസ്ലി പഠിക്കാതെ കറക്റ്റായിട്ടുള്ള ബ്രേക്സ് എടുക്കാം. ഒരു ഹാഫ് ആൻ അവറിലായിരിക്കണം നമ്മൾ ബ്രേക്സ് എടുക്കേണ്ടത്. ടഫായിട്ടുള്ള സബ്ജക്ട്സ് നമ്മൾ ആദ്യം പഠിക്കാം. കാരണം നമ്മൾ ടഫായ സബ്ജക്റ്റ് ആദ്യം പഠിക്കുമ്പോൾ ഇനി ഈസി അല്ലേ പഠിക്കേണ്ടുള്ളൂ എന്ന് വെച്ചാൽ നമുക്കത് പഠിക്കാൻ പറ്റും. അല്ല, നമ്മൾ ഈസിയാണ് ആദ്യം പഠിക്കുന്നതെങ്കിൽ അയ്യോ ഇനി വലിയൊരു ടഫ് സബ്ജക്റ്റ് പഠിക്കാനുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് നമുക്ക് ആകെ ഒരു സുഖം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, എക്സാമിന് നമ്മൾ പേപ്പർ ഒരുപാട് വാങ്ങിച്ചു കൂട്ടി ഒരുപാട് എഴുതാൻ പാടില്ല. നമ്മൾ കറക്റ്റായിട്ട് അതിന് ആവശ്യമുള്ള പോയിൻറ്റ്സ് മാത്രമായിരിക്കും നമ്മളതിൽ ഉൾപ്പെടുത്തേണ്ടത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് പേജ് നമ്മൾ എപ്പോഴും ബ്യൂട്ടിഫുൾ ആക്കാൻ ശ്രദ്ധിക്കാം. അതിലധികം വെട്ടും തിരുത്തൊന്നും പാടില്ല. പിന്നെ നമ്മൾ എക്സാമിനെ കൊണ്ടുവന്ന സ്റ്റേഷനറീസ് നമ്മൾ സ്വന്തമായിട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ നിന്ന് ചോദിച്ചിട്ട് അവരുടെ ടൈമും നമ്മുടെ ടൈമും വേസ്റ്റ് ആവാതെ നമ്മൾ സ്വന്തമായിട്ട് ഐറ്റംസൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു ടൈം വേസ്റ്റ് ഒന്നുമില്ലാതെ നമുക്ക് എക്സാം എഴുതാം. പിന്നെ എക്സാമിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എക്സാമിന് മുൻപ് ഫ്രണ്ട്സായിട്ട് എക്സാമിൻ്റെ കാര്യങ്ങളും പിന്നെ പോയിൻറ്റ്സും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യണം. അല്ലാതെ എക്സാമിന് മുമ്പ് തന്നെ നമ്മൾ ബുക്ക് എടുത്ത് പഠിക്കാത്തതൊക്കെ ഇരുന്ന് പഠിക്കാനൊന്നും പാടില്ല. നമ്മൾ സ്കൂളിലെത്തിയിട്ട് അങ്ങനെ പഠിക്കുമ്പം നമ്മുടെ ബ്രെയിൻ ഒരേ ടൈം കുറേ കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിന് സേവ് ചെയ്യാനായിട്ട് പറ്റില്ല. കുറച്ച് കാര്യമാണ് നമ്മുടെ മെമ്മറിയിൽ അപ്പോൾ പറ്റുള്ളൂ. ആ ടൈം നമ്മൾ ഫ്രണ്ട്സായിട്ട് റിലാക്സ് ആയിട്ടും ചില്ലായിട്ടും ഇരിക്കാനുള്ള ടൈമാണ്. പിന്നെ നമ്മൾ എക്സാമിന് കൊണ്ടുപോകുന്ന പെൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കൊണ്ടുപോകുമ്പോൾ ബോൾ പോയിൻ്റ് ആയിട്ടുള്ള പെൻസ് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത ജെൽ പെൻ ഒന്നും ആരും കൊണ്ടുവരരുത്. ജെൽ പെൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളി സ്പ്രെഡാവും, മാത്രമല്ല നമ്മുടെ പേപ്പർ വൃത്തികേടാവും ചെയ്യും. പിന്നെ ടൈം മാനേജ്മെൻ്റ് ആണ്. നമ്മൾ എക്സാം ഇപ്പോൾ സാധാരണ എല്ലാ സ്കൂൾസിലും 2 hour ആണ്. ഇപ്പോൾ എക്സാമൊക്കെ ഒരു 6th സ്റ്റാൻഡേർഡ് UP LP ഒക്കെ 2 hour ആണ് അവർക്ക് എക്സാം ടൈം കൊടുക്കുന്നത്. അപ്പോൾ ഈ 2 hourൽ നമ്മൾ 15 minutes നമുക്ക് കൂൾ ഓഫ് ടൈം ഉണ്ട്. ഈ 15 minutesൽ നമ്മൾ കൂൾ ഓഫ് ടൈമിന് വെറുതെ ഇരിക്കാതെ ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റായി വായിച്ചു നോക്കും എങ്ങനെ ഉത്തരങ്ങൾ എഴുതണം എന്നത് പ്ലാൻ ചെയ്യണം. പിന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ്ലി ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് തിരക്കൊന്നുമില്ലാതെ എക്സാം എഴുതാം. അത് കഴിഞ്ഞ് എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷം പേപ്പർ നമ്മൾ കൊടുക്കുന്നതിനെക്കാട്ടിയും മുൻപ്, ടീച്ചേഴ്സിന് കൊടുക്കുന്നതിനെക്കാട്ടിയും മുൻപ് നമ്മൾ പേപ്പർ ഫുള്ളി ഒന്ന് റീഡ് ചെയ്യാം. ആ ടൈമിലായിരിക്കും നമ്മൾ നോട്ടീസ് ചെയ്യുക കുറേ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ട്, അതുപോലെ തന്നെ കുറേ നമ്പർ മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് എന്തായാലും പോവും. അതുകൊണ്ട് അതൊക്കെ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ എക്സാമിന് മുൻപ് നമ്മൾ ഫോൺ പരമാവധി യൂസ് കുറയ്ക്കുക. കാരണം നമ്മൾ പഠിക്കുന്ന ടൈമിലായാലും ഫോൺ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ബ്രേക്ക് എടുത്തിട്ട് ഹാഫ് ആൻ അവർ കഴിഞ്ഞ് നമ്മളൊരു 15 minutes ബ്രേക്ക് എടുക്കും. ആ ടൈമിലായിരിക്കും നമ്മൾ ഫോൺ എടുക്കുന്നുണ്ടാവുക. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ റീൽസ് പോയി കണ്ട് സ്ക്രോൾ ചെയ്ത് ടൈം പോകുന്നത് നമ്മൾ അറിയേയില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, അപ്പോൾ അത് നമ്മൾ റിപ്ലൈ കൊടുക്കും, അവർ പിന്നെ അയക്കും. അങ്ങനെ ഒരുപാട് ടൈം അതിൽ വേസ്റ്റായും പോകും. പിന്നെ എക്സാം കഴിഞ്ഞതിന് ശേഷം എക്സാമിനെ കുറിച്ച് ഒരു ഡിസ്കഷനും ചെയ്യാതിരിക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ടൈമിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെയോ ക്വസ്റ്റ്യൻ നമ്മൾ തെറ്റിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാലോചിച്ച് നമ്മൾ ആകെ പേടിക്കും. അതുകൊണ്ട് അത് പരമാവധി ഒഴിവാക്കാം. നെക്സ്റ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. എന്നെ എന്തായാലും ആവറേജ് ടു ടോപ്പ് ആക്കാൻ ഈ ഒരു ട്രിക്സ് തന്നെ എന്തായാലും യൂസ്ഫുൾ ആക്കിയിട്ടുണ്ട്. എനിക്ക് നല്ല യൂസ്ഫുൾ ആയ ടിപ്സാണ് ഈ ട്രിക്സ്. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങളും
ഇപ്പോൾ ക്ലാസ്സിൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ടോപ്പർ ആവാൻ ഈ ടിപ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഇതുപോലെ കൂടെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.